ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ മഹത്തായ വികസന പദ്ധതിയെ ചുറ്റിപ്പറ്റി രാഷ്ട്രീയ ചൂട് കനക്കുന്നു. രാഹുൽ ഗാന്ധി ഉയർത്തിയ കടുത്ത വിമർശനങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ കേന്ദ്രം ശക്തമായ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിൽ നടപ്പിലാക്കുന്ന ഗ്രേറ്റ് നിക്കോബാർ മെഗാ പദ്ധതിയുടെ ഭാഗമായി തദ്ദേശീയ ആദിവാസി സമൂഹങ്ങളെ കുടിയൊഴിപ്പിക്കില്ല എന്നതാണ് ഇപ്പോൾ കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. വിശദമായ പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ നടത്തിയ ശേഷമാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും കേന്ദ്രം ഇവിടെ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വെറും ഒരു വികസന പദ്ധതി മാത്രമല്ല, രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു തന്ത്രപ്രധാനമായ നീക്കമാണ്. പ്രതിരോധവും തന്ത്രപരവുമായ അതീവ പ്രാധാന്യമുള്ള പദ്ധതിയാണ് ഇതെന്നതാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. എന്നാൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ പോലും പദ്ധതി മുന്നോട്ട് പോകുമോ, അതോ പരിസ്ഥിതിയും വികസനവും തമ്മിലുള്ള തുലനം എങ്ങനെ ഉറപ്പാക്കും എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. 81,000 കോടി രൂപയുടെ പദ്ധതി രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതികളിലൊന്നും പ്രകൃതിക്കും ആദിവാസി ആ ഒരു പാരമ്പര്യത്തിനും നേർക്കുള്ള ഗുരുതര അതായത് വലിയൊരു രീതിയിലുള്ള കുറ്റകൃത്യവുമാണ് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ഇത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് സന്ദർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ഇപ്പോൾ വരുന്ന വിശദീകരണത്തിൽ നിന്നും പുറത്തു വരുന്ന ചില പോയിന്റുകൾ ഇങ്ങനെയാണ്. ആൻഡമാൻ തീരത്ത് നിന്നുള്ള അവിടെ നേട്ടം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തുറമുഖം വികസിപ്പിക്കുന്നത് വഴി ഇന്ത്യയെ സുപ്രധാന സാമ്പത്തിക നയതന്ത്ര ഹബ്ബാക്കാം എന്നതാണ് മറ്റൊരു രീതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണത്തിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വാണിജ്യ സൈനിക സ്വാധീനം ശക്തമാക്കുക എന്ന ചൈനയുടെ ആ ഒരു തന്ത്രത്തെ നേരിടാൻ ഈ പദ്ധതി കൂടുതലായി തന്നെ സഹായിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വിദേശ ശക്തികളുടെ സാന്നിധ്യത്തെ അതിനെ ചെറുക്കാൻ പോലും മാരിടൈം പാതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലും ഇതിന് സാധിക്കും. പദ്ധതിക്കായി വേണ്ടത് ദ്വീപ സമൂഹത്തിന്റെ 2% 166.1 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ്. അതുപോലെ തന്നെ വക മാറ്റേണ്ടത് ദ്വീപ സമൂഹത്തിന്റെ തന്നെ 1.2% മാത്രം വരുന്ന 130.75 ചതുരശ്ര കിലോമീറ്റർ വനഭൂമിയാണ്. ഇതിൽ 49.86 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വരുന്ന 7.11 ലക്ഷം മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരും. മൊത്തം 18.65 ലക്ഷം മരങ്ങളാണ് ഇവിടെയുള്ളത്. ഈ മരങ്ങൾ മുറിച്ചു മാറ്റുക അത് 3 ഘട്ടമായിട്ടായിരിക്കും നടക്കുന്നത്. ആദ്യഘട്ടമായി 2025 മുതൽ 2035 കാലഘട്ടത്തിൽ 2.79 ലക്ഷം മരങ്ങൾ മുറിച്ചു മാറ്റും. 75% അതായത് വനാവരണമുള്ള സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ വനഭൂമി ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ പകരം വനവൽക്കരണം അവിടെ ഭൂമി ലഭ്യമായ മാറ്റമെങ്കിൽ പോലും സംസ്ഥാനത്ത് നടത്തിയാൽ മതിയെന്ന് 2019 വിജ്ഞാപന പ്രകാരം ഇവിടെ ആൻഡമാൻ ഏറ്റെടുക്കുന്ന വനഭൂമി പകരം 17,000 ഹെക്ടർ ഹരിയാനയിലും 6,320.10 ഹെക്ടർ ഭൂമി മധ്യപ്രദേശിലും അവിടെ കണ്ടെത്തിയതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഈ പ്രദേശത്തെ അതിദുർബല ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഷോംപെൻ എന്ന സമൂഹത്തെ അവിടെ പദ്ധതി ദോഷകരമായി തന്നെ ബാധിക്കില്ല എന്നും ഈ ഒരു വിശദീകരണത്തിൽ കേന്ദ്ര സർക്കാർ എടുത്തു പറയുന്നുണ്ട്. 166.1 ചതുരശ്ര കിലോമീറ്റർ 84.1 ചതുരശ്ര കിലോമീറ്റർ ട്രൈബൽ റിസർവ് ആണ്. ഇതിൽ 11.032 ചതുരശ്ര കിലോമീറ്റർ ആണ് ആദിവാസി റവന്യൂ ഭൂമിയായുള്ളത്. അതേപോലെ തന്നെ പദ്ധതികൾക്കായി തന്നെ വിനിയോഗിക്കുന്നത് 73.07 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇത് ഏറ്റെടുക്കുമ്പോൾ പകരമായി തന്നെ 76.98 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ട്രൈബൽ റിസർവായി തന്നെ പുനർവിജ്ഞാപനം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നതെന്നതും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ഒരു ശക്തമായ മറുപടി തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത്. ഇതാകട്ടെ രാഹുൽ ഗാന്ധിയുടെ വായടപ്പിക്കുന്ന മറുപടി തന്നെയാണ് എന്നതാണ് വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.